നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് സ്റ്റേറ്റ് മാനേജ്മെന്റ് യൂസിങ് ബ്ലോക്ക് ആണ്. ഓക്കെ, വൺ ഓഫ് ദ മോസ്റ്റ് ഡിമാൻഡിങ് സ്കിൽ ഓഫ് എ ഫ്ലട്ടർ ഡെവലപ്പർ. എപ്പോഴും നമ്മളൊരു ഫ്ലട്ടർ ഡെവലപ്പറുടെ മാൻഡേറ്ററി ആയിട്ട് അറിയേണ്ട സ്കിൽ സെറ്റുകളിൽ ഒന്നാണ് സ്റ്റേറ്റ് മാനേജ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് മാനേജ്മെന്റ് ടൂൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അതല്ലെങ്കിൽ ഒന്നോ അതിലധികമോ ടൂളിൽ നമ്മൾ എക്സ്പെർട്ടൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഡ്രീം ജോബിലേക്ക് നിങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു സെറ്റ് സ്റ്റേറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു ചെറിയ സിമ്പിൾ ആപ്ലിക്കേഷനൊക്കെ ബിൽഡ് ചെയ്യാം, സെറ്റ് സ്റ്റേറ്റ് മാത്രം ഉപയോഗിച്ച് സ്റ്റേറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇൻ റിയൽ വേൾഡ് നമുക്ക് ആ സെറ്റ് സ്റ്റേറ്റ് ഇനഫ് ആയിരിക്കില്ല സ്റ്റേറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, നമ്മൾ ഓൾറെഡി പ്രൊവൈഡർ ഉപയോഗിച്ച് എങ്ങനെയാണ് സ്റ്റേറ്റ് മാനേജ് ചെയ്യുക എന്നുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങളത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ എന്താണ് അതിൽ സ്റ്റേറ്റും എന്താണ് ആ സ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതൊക്കെ ആ വീഡിയോയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു സ്റ്റെപ്പ് കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ബ്ലോക്ക് ആർക്കിടെക്ചർ ഉപയോഗിച്ച് അതല്ലെങ്കിൽ ബ്ലോക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെ സ്റ്റേറ്റ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ബ്ലോക്ക് എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. കുറച്ച് തിയറി ഉണ്ടായിരിക്കും, ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു റിയൽ വേൾഡ് ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണ്, എന്താണ് ബ്ലോക്ക് എന്ന് ഞാൻ പറയുന്നുണ്ട്. ദെൻ ഒരു ചെറിയ ആപ്ലിക്കേഷൻ ബ്ലോക്ക് വെച്ച് ബിൽഡ് ചെയ്യുന്നു. ദെൻ വി ആർ ഗോയിങ് എ ബിറ്റ് അഹെഡ്. എങ്ങനെയാണ് സോളിഡ് പ്രിൻസിപ്പിൾസ് അതല്ലെങ്കിൽ ക്ലീൻ ആർക്കിടെക്ചർ എങ്ങനെയാണ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക, ഇതാണ് നമ്മളുടെ അജണ്ട. ഇതാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഫ്യൂച്ചറിൽ 1-2 വീഡിയോ ഒക്കെ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൽ ഇനീഷ്യൽ വീഡിയോ ആണത്. ഓക്കെ, ലെറ്റ്സ് ചെക്ക് വാട്ട് ഇസ് ബ്ലോക്ക്. ഓക്കെ, അതിൽ ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് സ്റ്റാൻഡ്സ് ഫോർ ബിസിനസ് ലോജിക് കമ്പോണന്റ്. Okay, it is an architectural pattern to manage your state. Or simply നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ബ്ലോക്ക് ഒരു ആർക്കിടെക്ചറൽ പാറ്റേൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ലോജിക്ക്, ബിസിനസ് ലോജിക്കിനെ നിങ്ങളുടെ UI-യിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും, ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ബ്ലോക്കിന്റെ സിമ്പിൾ ഡെഫിനേഷൻ അല്ലെങ്കിൽ സിമ്പിൾ പ്രിൻസിപ്പിൾ. ഇതാണ്. അതായത് നിങ്ങൾ UI-യുടെ ഉള്ളിൽ തന്നെ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ബട്ടണിൽ എന്ത് സംഭവിക്കണം എന്നുള്ള കാര്യം നമ്മൾ UI-യിൽ തന്നെ എഴുതിയിട്ടായിരിക്കും ചിലപ്പോൾ മേ ബി നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ നമുക്ക് എൻറ്റയർലി എന്ത് ചെയ്യാൻ പറ്റും, ആ ബിസിനസ് ലോജിക്കിനെ കംപ്ലീറ്റ്ലി നമുക്ക് ആ UI-യിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് സ്റ്റേറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ എന്തുകൊണ്ടാണ് നമ്മൾ ഡെവലപ്പേഴ്സ് ഈ ബ്ലോക്ക് ഉപയോഗിക്കുന്നത്? അപ്പോൾ അതിന് കുറേ റീസൺസ് ഉണ്ട്. ഒന്ന്, your separation of concern. That means block enforces separation between UI layer and business logic layer. അതായത് നമ്മുടെ ബിസിനസ് ലോജിക് ലെയറും UI ലെയറും നമുക്കൊരു സെപ്പറേറ്റ് ആക്കാൻ പറ്റും. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഡ് കൂടുതൽ ഈസി ടു മെയിൻറ്റെയിൻ ആയിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മൊഡ്യൂളർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ എന്തായിരിക്കും, കോഡ് ഈസി ആയിരിക്കും. അതായത് എല്ലാം കൂടി ക്ലട്ടേർഡ് ആയിട്ട് UI-യുടെ ഉള്ളിൽ തന്നെ ലോജിക്ക് മൊത്തം കിടക്കുമ്പോൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഈ സെപ്പറേഷൻ ഓഫ് കൺസേൺ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്ലോക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ദെൻ ഒബ്വിയസ്ലി ദർ ഈസ് റീയൂസിബിലിറ്റി മീൻസ് ഈ ബ്ലോക്ക് കമ്പോണൻസിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതിനെ റീയൂസ് ചെയ്യാൻ പറ്റും. ഈവൻ ഒരു ആപ്ലിക്കേഷനകത്തല്ല, ഈവൻ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ദാറ്റ് മീൻസ് അതിനകത്ത് ഈ UI കമ്പോണൻസ് ഉണ്ടായിരിക്കില്ല. അതായത് ലോജിക്ക് മാത്രം സെപ്പറേറ്റ് ആയിരിക്കും. സപ്പോസ് ഒരു കൗണ്ടർ ആപ്പ് നമ്മൾ ചെയ്യുകയാണ്, അതിൽ കൗണ്ടർ ഇൻക്രിമെന്റ് ചെയ്യുന്ന ഫംഗ്ഷനാലിറ്റി എന്ന് പറയുന്നത് മേ ബി നെക്സ്റ്റ് ടൈം നിങ്ങൾ വേറെ ആപ്പ് ചെയ്യുമ്പോൾ ഈ കൗണ്ടർ ഫംഗ്ഷനാലിറ്റി ഉണ്ടെങ്കിൽ യു ക്യാൻ സിംപ്ലി യൂസ് ദാറ്റ് ബ്ലോക്ക്. ആ ബിസിനസ് ലോജിക്കിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീയൂസ് ചെയ്യാൻ പറ്റും. അത് ഇൻസൈഡ് ദ ആപ്ലിക്കേഷൻ ആവാം, അതല്ലെങ്കിൽ വേറെ ആപ്ലിക്കേഷൻസ് ചെയ്യുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സെയിം കോഡ് തന്നെ അല്ലെങ്കിൽ സെയിം ബിസിനസ് ലോജിക് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീയൂസ് ചെയ്യാൻ പറ്റും. ദെൻ ടെസ്റ്റബിൾ ആണ്. ബ്ലോക്ക് പാറ്റേൺ ഉപയോഗിച്ച് എഴുതുന്ന കോഡ് നിങ്ങൾക്ക് എന്തായിരിക്കും, യൂണിറ്റ് ടെസ്റ്റിംഗ് അതല്ലെങ്കിൽ അത്തരം ടെസ്റ്റിംഗ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. ദെൻ ഇറ്റ് ഈസ് സ്കെയിലബിൾ. ഒബ്വിയസ്ലി ദിസ് ഈസ് സ്കെയിലബിൾ. ദെൻ സ്റ്റേറ്റ് മാനേജ്മെന്റ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. സ്റ്റേറ്റ് നിങ്ങൾക്ക് ഒരു സ്ട്രക്ചറൽ വേയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്ലോക്ക് ഉപയോഗിക്കുമ്പോൾ മാനേജ് ചെയ്യാൻ പറ്റും. ആൻഡ് വി യൂസ് സ്ട്രീംസ് ടു നോട്ടിഫൈ. അതായത് ഞാൻ പറയാം അത് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്നുള്ളത്. നമുക്ക് ബ്ലോക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് യു ക്യാൻ നോട്ടിഫൈ ദ UI ദർ ഈസ് സം ചേഞ്ചസ്. നമ്മൾ പ്രൊവൈഡർ നോക്കിയപ്പോൾ അവിടെ ചേഞ്ച് നോട്ടിഫയർ അല്ലെങ്കിൽ നോട്ടിഫൈ ലിസണേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതേ കൺസെപ്റ്റിനെ നമ്മളിവിടെ വേറെ രീതിയിലാണ് പറയുന്നത്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ് എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും.
ദെൻ ബ്ലോക്കിനെ പറ്റി പറയുമ്പോൾ ബ്ലോക്കിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ലെറ്റ് മീ ടേക്ക് ദ നോട്ട് പാഡ്. ഞാൻ എൻ്റെ നോട്ട് പാഡ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ എഴുതാൻ വേണ്ടി. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ബ്ലോക്കിനെ പറ്റി പറയുമ്പോൾ ദർ ആർ സം ബേസിക് ടെർമിനോളജീസ്. അതിലൊന്ന് ഈവൻസ് എന്നുള്ളതാണ്. ഈവൻസ്, ആൻഡ് റിമെമ്പർ ദീസ് വേർഡ്സ്, ഈവൻസ്. ദെൻ ഒബ്വിയസ്ലി സ്റ്റേറ്റ് ഇസ് ദ. ഓക്കെ, ദെൻ ഓക്കെ, ഈവൻസ് എന്ന് പറയുന്നത് മേ ബി ഈവൻസിന് എക്സാമ്പിൾ ആണ് ഒരു ബട്ടൺ ക്ലിക്ക്. ക്ലിക്ക് ഈസ് ആൻ ഈവന്റ്. ഓക്കെ, ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം എന്നുള്ള കാര്യമായിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, എൻ്റെ ലോജിക് എന്ന് പറയുന്നത്. ഇപ്പൊ നോർമലി നമ്മൾ എഴുതുന്നത് ഈ ബട്ടൺ ക്ലിക്കിനകത്ത് തന്നെ ഇപ്പൊ ഇങ്ങനെയായിരിക്കും. മേ ബി ഈ ബട്ടൺ ക്ലിക്ക് ഈവനിൽ ഒരു എലവേറ്റഡ് ബട്ടൺ ആണെങ്കിൽ ഈ ബട്ടൺ അകത്ത് തന്നെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, വി ആർ ഗോയിങ് ടു ആഡ് സംതിങ് കോൾ കൗണ്ടർ പ്ലസ് പ്ലസ് എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ മേ ബി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവുക ഒരു സെറ്റ് സ്റ്റേറ്റിനകത്ത്. ഞാൻ ഇപ്പോൾ കോഡ് എക്സാക്ട് കോഡ് അല്ല എഴുതുന്നത്, ജസ്റ്റ് ഞാൻ അതിനെ സിമുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു സെറ്റ് സ്റ്റേറ്റിനകത്ത് തന്നെ ആയിരിക്കും മേ ബി എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഇവിടെ നമ്മൾ ആ ബട്ടൺ ക്ലിക്കിനെ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ക്ലിക്ക് ഈവന്റിൽ എന്ത് സംഭവിക്കണം എന്നുള്ള കാര്യം എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഇവിടെ എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടാവുക. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഇൻസൈഡ് ദ UI നമ്മളുടെ ലോജിക്ക് അവിടെ തന്നെ എന്ത് ചെയ്തേക്കാണ്, ക്ലബ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈവൻസ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എ ബട്ടൺ ക്ലിക്ക് ഓർ ഡബിൾ ക്ലിക്ക് ആവും, സിംഗിൾ ക്ലിക്ക് ആവും, വാട്ട് എവർ. ഓക്കെ, ഓൾ ദീസ് ആർ ഈവൻസ്. ഓക്കെ, ഒരു ആപ്ലിക്കേഷനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ. ഇനി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിവിടെ കണ്ടില്ലേ, ഈ കൗണ്ടർ എന്നുള്ള വേരിയബിൾ ഞാൻ എന്ത് ചെയ്തു, ഇനീഷ്യലി എന്തായിരുന്നു അതിന്റെ കൂടെ ഒന്നുകൂടി കൂട്ടി. അപ്പൊ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റേറ്റ് മാറി, ആ സ്റ്റേറ്റ് അനുസരിച്ച് എന്ത് ചെയ്യണം, മേ ബി നമ്മൾ UI എന്ത് ചെയ്യണം, അതനുസരിച്ച് റെസ്പോണ്ട് ചെയ്യണം. അപ്പൊ ഇതിൽ ബ്ലോക്കിനെ പറ്റി പറയുമ്പോൾ ദർ ഈസ് സംതിങ് കോൾ ഈവൻസ്. ഓക്കെ, ദെൻ പിന്നുള്ളത് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഈ സംതിങ് ലൈക്ക്, സ്റ്റേറ്റിന് നമുക്ക് ഇങ്ങനെ പറയാം, എ വാല്യൂ ഓർ ആൻ എറർ. ഓക്കെ, ദാറ്റ് യു മേ ഗെറ്റ് ഇൻ ഫ്യൂച്ചർ, അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വാല്യൂ അല്ലെങ്കിൽ എറർ ആവും എന്ത്, ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബ്ലോക്കിന്റെ കേസിൽ വരുമ്പോൾ ദർ ഇസ് എ പിക്ചർ സംതിങ് ലൈക്ക് ദിസ്. ലെറ്റ് മീ ടേക്ക് എ പിക്ചർ. ഓക്കെ, ഇവിടെ ഈ UI എന്ന് പറയുന്നത് ദിസ് ഇസ് എ യൂസർ ഇന്റർഫേസ്, ആൻഡ് ഈ യൂസർ ഇന്റർഫേസിൽ നിന്നുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത്. ഇതാണ് യൂസർ കാണുന്നത്. അപ്പൊ ഞാൻ ഇവിടുന്ന് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തു, ദാറ്റ് ഈസ് ഈവന്റ്. ദാറ്റ് ഈവന്റ് ഈസ് ആഡഡ് ടു ദ ബ്ലോക്ക്. ഈ ബ്ലോക്കിലേക്ക് എന്ത് ചെയ്യാണ്, ഈവന്റ്. ആൻഡ് റിമെമ്പർ ദാറ്റ് ടേം ഈവന്റ് ഈസ് ആഡഡ് ടു ദ ബ്ലോക്ക്. ഓക്കെ, ദെൻ ഇൻസൈഡ് ദ ബ്ലോക്ക് വി റോട്ട് ദ ലോജിക്. ഈ ഒരു ഈവന്റ് സംഭവിച്ചാൽ എന്ത് ചെയ്യണം എന്നുള്ള ലോജിക്ക് നമ്മൾ എവിടെ എഴുതിയിട്ടുണ്ടാവും, ഈ ബ്ലോക്കിനകത്ത് എഴുതിയിട്ടുണ്ടാവും. സി സപ്പോസ് ഗോ ആൻഡ് ഗെറ്റ് സം ഡാറ്റ, നമ്മളുടെ APIയിൽ പോയിട്ടോ അതല്ലെങ്കിൽ ലോക്കൽ ഡാറ്റാബേസിൽ പോയിട്ടോ കുറച്ച് ഡാറ്റ അല്ലെങ്കിൽ എന്തോ ഒരു ലോജിക്ക് റൺ ചെയ്യണം, ഡാറ്റ എടുത്തുകൊണ്ട് വരണം. ഓക്കെ, ദെൻ ദ ബ്ലോക്ക് വിൽ സെൻഡ് ദ റിക്വസ്റ്റ് ടു ദ ഡാറ്റ സോഴ്സ് അല്ലെങ്കിൽ API റിക്വസ്റ്റ്. അതിനുള്ള ലോജിക്ക് നമ്മൾ ഈ ബ്ലോക്കിലേക്ക് എഴുതിയിട്ടുണ്ടാവും. ബ്ലോക്ക് എന്ത് ചെയ്യും, ആ ലോജിക്ക് ഇംപ്ലിമെന്റ് ചെയ്യും. ദെൻ അതിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ദിസ് ഇസ് അസിൻക്രോണസ് പ്രോഗ്രാമിംഗ്. അതിന്റെ റെസ്പോൺസ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും, ഡാറ്റ, സം ഡാറ്റ. ദെൻ ബ്ലോക്ക് ഈസ് ഗോയിങ് ടു emit that state. ആ സ്റ്റേറ്റ് എന്ത് ചെയ്യാണ്, ബ്ലോക്ക് എമിറ്റ് ചെയ്യാണ്. ഓർ ഈവൻസ് ആർ ആഡഡ് ടു ദ ബ്ലോക്ക് ആൻഡ് സ്റ്റേറ്റ്സ് ആർ എമിറ്റഡ് ഫ്രം ദ ബ്ലോക്ക്. ഓക്കെ, ദെൻ ആ സ്റ്റേറ്റ് എന്ത് ചെയ്യാണ്, നമ്മൾ എമിറ്റ് ചെയ്യാണ്. ദെൻ ഈ ബ്ലോക്ക് ഉപയോഗിച്ച് കൺസ്യൂം ചെയ്യുന്ന UI എന്ത് ചെയ്യും, ഈ സ്റ്റേറ്റിനനുസരിച്ച് എന്ത് ചെയ്യും, റീബിൽഡ് ചെയ്യും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ബ്ലോക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ഇറ്റ് ഈസ് വെരി സിമ്പിൾ ടു ഇംപ്ലിമെന്റ്. ബട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ നിങ്ങൾക്ക് യു ക്യാൻ ഈസിലി ഇംപ്ലിമെന്റ് ബ്ലോക്ക്. ഓക്കെ, സോ അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഈവൻസ് ആർ ആഡഡ് ടു ദ ബ്ലോക്ക് ആൻഡ് സ്റ്റേറ്റ്സ് ആർ എമിറ്റഡ് ഫ്രം ദ ബ്ലോക്ക്. Okay, and block acts as an interface between your data and the UI. Okay, ഈ UIയുടെയും ഡാറ്റ സോഴ്സിന്റെ ഇടയ്ക്ക് ഇരിക്കുന്ന ഒരു ഇന്റർഫേസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബ്ലോക്ക് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈവൻസ് എന്ന് പറയുന്നത് സം ഇൻപുട്ട് ടു ദ ബ്ലോക്ക്. ഈവൻസ് എന്ന് പറയുന്നത് ബ്ലോക്കിന് കൊടുക്കുന്ന ഇൻപുട്ടാണ്. ദാറ്റ് ക്യാൻ ബി എ ബട്ടൺ ക്ലിക്ക് ഓർ ട്രിഗർ സം ചേഞ്ചസ്. എന്തെങ്കിലും ഒരു സ്റ്റേറ്റ് ചേഞ്ചിന് വേണ്ടി നമ്മൾ ട്രിഗർ ചെയ്യുന്നതാണ്. ദെൻ ബ്ലോക്ക് എന്ത് ചെയ്യും, ആ ഒരു സ്റ്റേറ്റ് ചേഞ്ച് ഹാപ്പൻ ചെയ്താൽ തിരിച്ചെന്താണ് സംഭവിക്കേണ്ടത് അല്ലെങ്കിൽ എന്ത് സംഭവിക്കണം എന്നുള്ള ലോജിക്ക് നമ്മൾ എവിടെ എഴുതിയിട്ടുണ്ടാവും, ഈ ബ്ലോക്കിനകത്ത് എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, ദെൻ അതനുസരിച്ച് എന്ത് ചെയ്യും,
ബ്ലോക്ക് ഒരു സ്റ്റേറ്റ് എന്ത് ചെയ്യും, എമിറ്റ് ചെയ്യും. അത് ആ സ്റ്റേറ്റിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മൾ UI എന്ത് ചെയ്യും, റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, ദെൻ ഇവിടെ ബ്ലോക്കിനകത്ത് സ്ട്രീം ഓഫ് ഈവൻസും സ്ട്രീം ഓഫ് സ്റ്റേറ്റ്സും ആണ്. ഓക്കെ, ഇറ്റ്സ് എ സ്ട്രീം ഓഫ് ഈവൻസ് ആൻഡ് ബ്ലോക്ക് എമിറ്റ്സ് stream of states. Okay, and remember that word and stream. Okay, then block up എന്ത് ചെയ്യുന്നുണ്ട്, ഈവൻ സ്ട്രീമും ഉണ്ട്, ദെൻ സ്റ്റേറ്റ് സ്ട്രീംസും ഉണ്ട്. ദെൻ ഇനി എങ്ങനെയായിരിക്കും ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത്, UI യൂസ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ബ്ലോക്ക്, നമ്മൾ പ്രൊവൈഡർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് മൾട്ടി പ്രൊവൈഡർ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ബ്ലോക്ക് പ്രൊവൈഡർ ഉണ്ടായിരിക്കും നമുക്ക്. ദെൻ ദിസ് മേക്സ് എ ബ്ലോക്ക് ആക്സസിബിൾ ടു ദ വിഡ്ജറ്റ് ദാറ്റ് നീഡഡ് ഇറ്റ്. അതായത് ആർക്കാണോ ആ ബ്ലോക്ക് ആവശ്യമുള്ളത് അയാളെ നമ്മൾ റാപ്പ് വിത്ത് ബ്ലോക്ക് പ്രൊവൈഡർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ വിഡ്ജറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, അത് ആക്സസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഫ്ലട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലട്ടറിനകത്ത് കുറേ വിഡ്ജറ്റ് ഉണ്ട് ഈ ബ്ലോക്കുമായി ബന്ധപ്പെട്ട്. അതായത് സ്പെസിഫിക് വിഡ്ജറ്റ്സ്, ഫ്ലട്ടർ പ്രൊവൈഡ് സം സ്പെസിഫിക് വിഡ്ജറ്റ്സ് ഫോർ വർക്കിംഗ് വിത്ത് ബ്ലോക്ക്, ലൈക്ക് ദ ബ്ലോക്ക് പ്രൊവൈഡർ. Then it is used for rebuild the part of UI in response to some state change. അതായത് നമ്മളുടെ സ്റ്റേറ്റ് ചേഞ്ചിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് UI ആണോ റീബിൽഡ് ചെയ്യേണ്ടത് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദാറ്റ് ബ്ലോക്ക് പ്രൊവൈഡർ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, റാപ്പ് ചെയ്യാൻ പറ്റും. ദെൻ ഇനി അപ്പോൾ നമ്മൾ ഈ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ ബ്ലോക്ക് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെയാണ്. ഫ്രം UI എന്ത് ചെയ്യും, ഒരു ഈവന്റ് എന്ത് ചെയ്യും, ആഡഡ് ടു ദ ബ്ലോക്ക്. Then for example a button click ആവാം. Then inside the block we already define what to do if this event occurs. ആ ഒരു event occur ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ എവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും, ഇൻസൈഡ് ദ ബ്ലോക്ക്. ദെൻ ഇൻ റെസ്പോൺസ്, ആ ഒരു ഈവന്റിന്റെ റെസ്പോൺസ് ആയിട്ട് എന്ത് ചെയ്യും, ബ്ലോക്ക് എമിറ്റ്സ് എ സ്റ്റേറ്റ്. Okay, so remember events are added to the block, then states are emitted from the block. Okay, then block എന്തായിരിക്കും, block is typically initialized with an initial state. This initial state is emitted when block is first created. ആദ്യമായിട്ട് ബ്ലോക്കിന് ഒരു ഇനീഷ്യൽ സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ബ്ലോക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ബ്ലോക്ക് എമിറ്റ് ചെയ്യുന്നത് ആ ഇനീഷ്യൽ സ്റ്റേറ്റ് ആയിരിക്കും. ആദ്യമായിട്ട് ആ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഇമിറ്റ്സ് ദ ഇനീഷ്യൽ സ്റ്റേറ്റ്. ഓക്കെ, ദിസ് ഇസ് ദ ബേസിക് തിയറി ഓഫ് യുവർ ബ്ലോക്ക്. ഓക്കെ, സോ അപ്പൊ ഇതിൽ ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്, ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ ബിസിനസ് ലോജിക് കമ്പോണന്റ്. ആൻഡ് അഡ്വാൻറ്റേജ് ഇസ് വൈ യു ആർ യൂസിങ് ബ്ലോക്ക് ഈസ് സിമ്പിൾ. യു ക്യാൻ സെപ്പറേറ്റ് യുവർ ബിസിനസ് ലോജിക് ഫ്രം ദ UI. Okay, or you can use it for state management. There are lot of advantages while you are using block. Okay, and especially if you are going with clean architecture. Okay, we'll discuss that in later videos. Okay, so let's create something practical. നമുക്കൊരു ചെറിയ ആപ്പ് നമുക്ക് ബിൽഡ് ചെയ്ത് നോക്കാം ബ്ലോക്ക് ഉപയോഗിച്ചിട്ട്. ഓക്കെ ഓക്കെ ഞാനൊരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ബ്ലോക്ക് ഡെമോ എന്ന് പറഞ്ഞിട്ട്. ഡീഫോൾട്ട് ആയിട്ടുള്ള ബോയിലർ പ്ലേറ്റ് കോഡ് ഇതിനകത്തുണ്ട്. ഞാൻ അതൊക്കെ റിമൂവ് ചെയ്യപ്പോൾ ഓക്കെ. ദെൻ നമ്മളിതിൽ ക്ലീൻ ആർക്കിടെക്ചർ ഒന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നില്ല. ജസ്റ്റ് എങ്ങനെയാണ് ബ്ലോക്ക് വർക്ക് ചെയ്യാന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ UI ബിൽഡ് ചെയ്തിട്ട് അതിനകത്ത് ആ ബ്ലോക്ക് ഉപയോഗിച്ച് എങ്ങനെയാണ് സ്റ്റേറ്റ് മാനേജ് ചെയ്യാന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഫ്യൂച്ചറിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്ത് ആ ഒരു ക്ലീൻ ആർക്കിടെക്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട്, ദാറ്റ് മീൻസ് ക്ലീൻ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ ഐ ഷോ യു സംതിങ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ആർക്കിടെക്ചർ. യു ഹാവ് എ ആപ്ലിക്കേഷൻ ലെയർ, ഡൊമൈൻ ലെയർ, ദെൻ യുവർ ഡാറ്റ ലെയർ ഓർ ഇൻഫ്രാസ്ട്രക്ചർ ലെയർ. ദെൻ റൈറ്റ് നൗ നമ്മൾ ഈ ബ്ലൂ കളറിൽ കാണുന്ന പാർട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. വി ആർ ഗോയിങ് ടു റൈറ്റ് ദ ബിസിനസ് ലോജിക്. യുവർ ബിസിനസ് ബ്ലോക്ക് കംസ് ഹിയർ. ഈ ഒരു പ്രസൻറ്റേഷൻ ലോജിക്കിൻ്റെ അവിടെയാണ് ബ്ലോക്ക് വരുന്നത്. ദെൻ യു ഹാവ് യൂസ് കേസസ്, then you have entities. These are some use cases are simply some methods. Then entities are something like some models, അതല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന ഡാറ്റ മോഡൽസ്. ദെൻ റെപ്പോസിറ്ററീസ് എന്ന് പറയുന്നതായിരിക്കും എന്ത് ചെയ്യുന്നത്, യോ എക്സ്റ്റേണൽ റെപ്പോസിറ്ററിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. ആൻഡ് മേ ബി ആൻ ആക്ച്വൽ ഡാറ്റ സോഴ്സ്, അതല്ലെങ്കിൽ മേ ബി റിമോട്ട് ഡാറ്റ സോഴ്സ് ആവും, അതല്ലെങ്കിൽ ഒരു ലോക്കൽ ഡാറ്റ സോഴ്സ് ആവും. ദെൻ ഇതാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, ഫ്യൂച്ചറിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇതിനകത്ത് ഈ ഒരു പാറ്റേൺ ഞാൻ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, ബിക്കോസ് യു ആർ എ ബിഗിനർ. അപ്പോൾ നമുക്കത് എല്ലാം കൂടി ആകുമ്പോൾ ഒരു കോംപ്ലക്സിറ്റി ഫീൽ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു
ചിലപ്പോൾ അതിനോടൊരു വെറുപ്പ് തോന്നും, കാരണം ഇത്രയും ഫോൾഡേഴ്സും ഇത്രയും ഫയൽസൊക്കെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ആസ് എ ബിഗിനർ അത്രയും നിങ്ങൾക്ക് മേ ബി ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടായിരിക്കും. പക്ഷെ വൺസ് നിങ്ങളിതൊന്ന് ഈ കൺസെപ്റ്റ് ഒക്കെ ഒന്ന് ഗ്രാസ്പ് ചെയ്ത് കഴിഞ്ഞാൽ യു ഷുഡ് ഫൈൻഡ് ഇറ്റ് വെരി ഈസി. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ നമുക്ക് നോർമലി നമ്മൾ എവിടെ തുടങ്ങും? അതായത് നമുക്ക് വേണ്ടത്, ഐ എം ഗോയിങ് ടു ബിൽഡ് എ UI. ലെറ്റ് മീ ക്രിയേറ്റ് എ ന്യൂ ഡയറക്ടറി കോൾഡ് പേജസ് എന്ന് പറഞ്ഞ ഡയറക്ടറി ഉണ്ടാക്കി. ഓക്കെ, ഇൻസൈഡ് ദറ്റ് പേജസ് ഓഫ് ഫീച്ചേഴ്സ്. ഫ്യൂച്ചർ നമ്മൾ ക്ലീൻ ആർക്കിടെക്ചർ ചെയ്യുമ്പോൾ ഇതൊക്കെ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ആൻഡ് ഇൻസൈഡ് ദറ്റ് പേജസ് ഐ എം ഗോയിങ് ടു ഹാവ് എ ഡയറക്ടറി കോൾഡ് ലെറ്റ്സ് ഹാവ് സംതിങ് കോൾഡ് ഒരു റാൻഡം കോട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു ആപ്പ് എന്തെങ്കിലും ബിൽഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ API ഒന്നും ഉപയോഗിക്കാൻ പോകുന്നില്ല, ജസ്റ്റ് നമ്മൾ സിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ പേജസിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഐ എം ഗോയിങ് ടു ഹാവ് സംതിങ് ലൈക്ക് QU എ കോട്ട് എന്ന് പറയുന്ന ഒരു പേജ്, അല്ലെങ്കിൽ ഇതൊരു പേജാണ്, അല്ലെങ്കിൽ ഒരു ഫങ്ഷണാലിറ്റി, ഒരു ഫീച്ചർ. ദെൻ യു ക്യാൻ ഹാവ് അതർ ഫീച്ചേഴ്സ്. ഇവിടെ എന്തുണ്ടായിരിക്കും? യുവർ അതർ ഫീച്ചേഴ്സ്. ബാക്കി ഇതിനകത്ത് ഇതൊരു ബിഗർ ആപ്ലിക്കേഷൻ ആണെങ്കിൽ അതർ പേജസും അല്ലെങ്കിൽ അതർ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അതർ ഫീച്ചേഴ്സ് നേടി. ഇനി നമുക്ക് വേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഇതിൽ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് യു നീഡ് ടു ക്രിയേറ്റ് എ ബ്ലോക്ക് ഹിയർ ഫോർ ഹാൻഡ്ലിംഗ് ദ കോട്ട്. ദെൻ അതിലുപയോഗിക്കുന്ന ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് ദ വിഡ്ജറ്റ്സ്, എ ഫോൾഡർ കോൾഡ് വിഡ്ജറ്റ്സ്. ഓക്കെ, സോ ഇതെന്തിനായിരിക്കും? നമ്മളുടെ കോട്ട് പേജ് ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ ആ പേജിൽ ഉപയോഗിക്കുന്ന റീയൂസബിൾ കമ്പോണൻസ് എഴുതാൻ വേണ്ടി ഉണ്ടാക്കിയാണ് ഈ വിഡ്ജറ്റ്സ് ഉള്ള ഫോൾഡർ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലെ UI എന്നുണ്ടാക്കാം, അതായത് നമുക്ക് ആ കോട്ട് പേജിൻ്റെ UI. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഒരു പുതിയ പേജ് ഉണ്ടാക്കുകയാണ്, പുതിയ ഡോട്ട് ഫയൽ ഉണ്ടാക്കുകയാണ്. ദാറ്റ് ഈസ് code_page. It's code_page. Okay, so this should be a stateless widget because we are going to use block as our state management. അപ്പോൾ നമ്മൾ ഇതിനകത്ത് സെറ്റ് സ്റ്റേറ്റ് ഒന്നും ഉപയോഗിക്കാൻ പോകുന്നില്ല. സിംപ്ലി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? We are going to create stateless widget. So I'm going to create a class stateless widget, that is code page. Okay, then import the material. ഇവിടെ മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, സോ ഇനി എന്ത് ചെയ്യണം? ദിസ് ഈസ് ഗോയിങ് ടു റിട്ടേൺ എ സ്കഫോൾഡ്. ഓക്കെ, and if you want you can have a app bar. Then you can have a title should be a text, and the text should be caught home. Okay, then the body, scaffold inde body ennu parayunnathu, body should be a container. Height, you can have the infinite height, width infinite width. Okay, then the child should be a column. Okay, children. Okay, and I need a padding. Okay, padding edge inset dot all of 20. Okay, then ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് എന്ത് വേണം? നമുക്ക് ഇത് ഈ പേജ് ലോഡായി വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ആപ്പ് ലോഡായി വരുമ്പോൾ എന്ത് ചെയ്യണം? ഈ കോട്ട് പേജ് ആണ് കാണിക്കേണ്ടത്. ഞാൻ എൻ്റെ മെയിൻ ഡോട്ട് ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ലെറ്റ് മീ കോൾ ദാറ്റ് ദിസ് ആസ് അവർ കോട്ട് പേജ്. ഓക്കെ, ദെൻ ലെറ്റ്സ് റൺ ദിസ്. എമുലേറ്ററിൽ നമുക്ക് ജസ്റ്റ് റൺ ചെയ്യാം. ഓക്കെ, ലെറ്റ് മീ സ്റ്റാർട്ട് ദ എമുലേറ്റർ. ദെൻ ഇനി നമ്മളുടെ കോട്ട് പേജിനകത്ത് അത് റണ്ണായി വരട്ടെ. നമ്മളെ കോട്ട് പേജിനകത്ത് നമുക്ക് എന്ത് വരണം? ഓക്കെ, ലെറ്റ് മീ റൺ ദാറ്റ് ഓൺ മൈ എമുലേറ്റർ. ഇനി നമ്മളെ കോട്ട് പേജിനകത്ത് നമുക്ക് എന്ത് വരണം? നമുക്ക് വരേണ്ടത് ഇവിടെ വി നീഡ് ടു ഷോ സം കോട്ട്. ഇവിടെ നമുക്കൊരു കോട്ട് കാണിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും? I need to show
a cot here, maybe something like this. I'm going to create a material widget, and you may familiar with this material. Okay, material, and you can have an elevation of, I can give a 20 elevation, and you can have a border radius of circular of 15, whatever value you can provide, and the child should be a container. Okay, then you can have a decoration, box decoration, and the border radius എന്ന് പറയുന്നത് circular of 20, no, 15. I need the 15 radius. Then you can have a color. See, colors dot which color you want. Let's try with some blue gray. Okay, then the child should be container. The child should be a center widget. No, child should be a center widget, and the child should be a text widget. Okay, here we need to show some cot. Okay, cots come here. This is what I want to show. Okay, and this is our cot home. Run Jidu. Then let me save this, and you can have a cot here. Okay, and ഇവിടെ നമുക്ക് ഞാനിപ്പോൾ ഉപയോഗിച്ചത് ആ മെറ്റീരിയൽ വിഡ്ജറ്റ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നേക്കുന്നത്, ഒരു ഷാഡോ ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, ദെൻ ഒരു എലവേഷൻ വന്നിട്ടുണ്ടാവും അവിടെ. ഇതാണ് നമ്മളുടെ നമുക്ക് കോട്ട് ഇവിടെയാണ് എന്ത് ചെയ്യേണ്ടത്, ഇവിടെയാണ് ഷോ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ ഇത് എത്ര സ്റ്റേറ്റ് ഉണ്ടായിരിക്കും ഇതിന്. അതായത് ഈ ആപ്പ് ലോഡ് ചെയ്ത് വരുമ്പോൾ ഇവിടെ ഒന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, നമുക്കിവിടെ ഒരു ബട്ടൺ ഉണ്ടായിരിക്കും, ഗെറ്റ് കോട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, API പോയിട്ട്, അതിലിപ്പോൾ നമ്മൾ API ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല, API പോയിട്ട് ഒരു ഈവന്റ് ബ്ലോക്കിലേക്ക് ആഡ് ചെയ്യും. ബ്ലോക്ക് എന്ത് ചെയ്യും, ആ ലോജിക്ക് ഇംപ്ലിമെന്റ് ചെയ്യും. ഡാറ്റ തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണിക്കണം, മേ ബി നിങ്ങൾക്ക് ഒരു കോട്ട് കിട്ടിയാൽ ആ കോട്ട് ഇവിടെ കാണിക്കണം. ഒരു എററാണ് വന്നെങ്കിൽ എറർ മെസ്സേജ് ഇവിടെ കാണിക്കണം. അപ്പോൾ സത്യത്തിൽ ഇവിടെ എന്തുണ്ട്, ബ്ലോക്കിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് ഉണ്ട്, ദെൻ ഒരു ലോഡിംഗ് സ്റ്റേറ്റ് ഉണ്ട്, ദെൻ നിങ്ങൾക്ക് ലോഡഡ് സ്റ്റേറ്റ് ഉണ്ട്, ക്ലോട്ട് കിട്ടി, അതാണ് ലോഡഡ് സ്റ്റേറ്റ് എന്നുള്ളത്. ദെൻ ഇതൊന്നും അല്ലാണ്ട് നിങ്ങൾക്ക് എന്തുണ്ട്, ഒരു എറർ സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. ദീസ് ആർ ദ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് യു ആർ എക്സ്പെക്ടിങ് ഫ്രം യുവർ ബ്ലോക്കിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന ഡിഫറെന്റ് സ്റ്റേറ്റസ് ആണിത്, സ്റ്റേറ്റ്സ് ആണ് ഈ പറയുന്ന സ്റ്റേറ്റ് ഒക്കെ. ഞാനത് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മൾ പക്ഷേ ബ്ലോക്കിലേക്ക് ആഡ് ചെയ്ത ഈവന്റ് എന്ന് പറഞ്ഞതായിരിക്കും, ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഗെറ്റ് കോട്ട് എന്നൊരു ഈവന്റ് ആണ് ബ്ലോക്കിലേക്ക് കൊടുത്തത്. ബ്ലോക്ക് ബേസ്ഡ് ഓൺ ദാറ്റ് ഈവന്റ് ബ്ലോക്ക് എന്ത് ചെയ്യും, ഒരു ലോജിക് റൺ ചെയ്യും. ആ ലോജിക്കിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ബ്ലോക്ക് ഈസ് ഗോയിങ് ടു എമിറ്റ് സം സ്റ്റേറ്റ്, ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റ് എന്ത് ചെയ്യും, ഡിഫറെന്റ് സ്റ്റേറ്റ് അത് എമിറ്റ് ചെയ്യും. ഇനീഷ്യലി ലോഡിംഗ് സ്റ്റേറ്റിലായിരിക്കും നമുക്കൊരു സർക്കുലർ പ്രോഗ്രസ് ഇൻഡിക്കേറ്റർ കാണണം. വൺസ് നിങ്ങൾക്ക് കോട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആ വന്ന കോട്ട് അവിടെ കാണിക്കണം. മേ ബി നിങ്ങൾക്ക് കോട്ടല്ല കിട്ടിയത്, നിങ്ങൾക്ക് എററാണ് കിട്ടിയെങ്കിൽ അതനുസരിച്ച് എന്ത് ചെയ്യണം, നിങ്ങളുടെ UI റെസ്പോണ്ട് ചെയ്യണം. ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കോട്ട് വന്നാൽ ഈ രീതിയിലാണ് കാണിക്കേണ്ടത്. അതല്ലെങ്കിലോ, കോട്ടില്ലെങ്കിലോ നമുക്ക് കാണിക്കേണ്ടത് എന്തായിരിക്കും, ഒരു എറർ മെസ്സേജ് ആണ് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു എറർ പേജ് എന്താണെന്ന് നമുക്കൊന്ന് ഡിസൈൻ ചെയ്യാം. ഓക്കെ, ഓക്കെ, അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഈ ഒരു കമ്പോണന്റിനെ ഞാൻ ഇവിടെ നിന്ന് ഐസൊലേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ കോട്ട് കാണിക്കാൻ ഉപയോഗിച്ച ഈ കമ്പോണന്റ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ട് ഐ എം ഗോയിങ് ടു ഹാവ് എ വിഡ്ജറ്റ് ദാറ്റ് ഷുഡ് ബി എ കോട്ട് വിഡ്ജറ്റ്, കോട്ട് അണ്ടർസ്കോർ വിഡ്ജറ്റ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഐസൊലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ ക്ലാസ്. ലെറ്റ്സ് ക്രിയേറ്റ് എ സ്റ്റേറ്റ്ലെസ് ക്ലാസ്. It is called cot widget. Okay, and import the material package. ഇവിടെ എന്ത് ചെയ്യുക, മെറ്റീരിയൽ പാക്കേജ് ഇമ്പോർട്ട് ചെയ്യുക. Then come here, this is going to return that thing നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്തു. ഓക്കെ,
ഓക്കെ. സോ ഇവിടെ ഞാനൊരു ഡയറക്റ്റ് ഒരു കോട്ട് കൊടുത്തേക്കാണ്. പക്ഷെ ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് കോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പാസ് ചെയ്യാൻ പറ്റണം. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഐ എം ഗോയിങ് ടു ഹാവ് എ ഫൈനൽ string cot, okay, and pass that inside this dot cot, and that is a final thing, so make it required. Okay, then ഇവിടെ എന്ത് ചെയ്യണം, let me take this out. ഇവിടെ ഞാൻ എടുത്തത് then dollar, and this should be your cot. Call this as cot. Okay, then come here and let me call your cart page. No, not cart page, it is cart widget. Cart widget, and here you can pass that. Okay, and let me save this. There is no problem here. Okay, and you can have this is a sample cart. Okay, and save it. Now you can see it is coming here. Then you need something else. You need something called the error message. You need an error state. So I'm going to have a new dot file called, you can have any name here, that is a message. So you can have error underscore message. Okay, then this is also a stateless widget, error message. Okay, then import the material here, material. Then I'm going to have a final, because നമുക്ക് പലതരത്തിലുള്ള എറർ വരും. API എന്ന് വരുമ്പോൾ സെർവർ എറേഴ്സ് ഉണ്ടായിരിക്കും, ക്യാഷ് ചെയ്ത ഡാറ്റ അല്ലെങ്കിൽ ക്യാഷ് എറേഴ്സ് ഉണ്ടായിരിക്കും, സം അതർ എറേഴ്സ് ഉണ്ടായിരിക്കും, പല ടൈപ്പിലുള്ള എറർ വരും. അതനുസരിച്ച് നമുക്ക് ഈ UI എന്ത് ചെയ്യണം, ആ എറേഴ്സ് മാറി മാറി വരണം. അപ്പോൾ അവിടെ നമ്മൾ ഫ്യൂച്ചറിലാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടി. ഓക്കെ, ലെറ്റ്സ് ഹിയർ സ്ട്രിങ് എ മെസ്സേജ് ഹിയർ. Okay, and pass that inside your constructor, and it is a required parameter, this dot message, and this is going to be something like, you can have a column here. നമുക്കൊരു എററിനകത്ത് എന്ത് വരണം, you need something like, അതായത് ഒരു ഐക്കൺ, അതിൻ്റെ താഴെ യോ എറർ മെസ്സേജ്, അതാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ let me have something like this. I need an icon, icons dot error. Okay, then the color can be red. Okay, and you can have the size of 40. Then there should be a const thing, const. Okay, then here the sized box, inside the sized box the height should be 20, and the child should be a text widget. Then here the message, dollar message. Okay, and this is the error widget, and you can have the main axis alignment center. Okay, then come your code page. Then you can have something like, in the താഴെ നമ്മൾ error message ഒന്ന് കാണാം, error widget. I think it is not widget, error message. Okay, the message should be some error occurred. Okay, and this is a message we want. ഇതെല്ലാം കൂടെ ഒന്നിച്ച് കാണില്ല, ഏതെങ്കിലും അറ്റ് എ ടൈമിൽ ഒന്നേ കാണുള്ളൂ. അപ്പോൾ നമ്മൾ ആ ബിൽഡ് ചെയ്ത് എന്താണെന്ന് ജസ്റ്റ് കാണാൻ വേണ്ടിയാണ് എന്ത് ചെയ്ത് സം എറർ occurred. ഓക്കെ, ഇതല്ലാണ്ട് ഇതിനകത്ത് എന്തുണ്ടായിരിക്കും, യു ഹാവ് സംതിങ് കോൾ ഒരു സർക്കുലർ പ്രോഗ്രസ് ഇൻഡിക്കേറ്റർ വരണം. ദ കളർ ഷുഡ് ബി സം പർപ്പിൾ. ഓക്കെ, ദെൻ ഇതേപോലെ നമ്മൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ലോഡിങ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ആ APIയിൽ പോയി ഡാറ്റ ഫെച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വരണം, നമുക്ക് ഈ ഒരു സ്റ്റേറ്റ് ആണ് കാണേണ്ടത്. ആൻഡ് ഒബ്വിയസ്ലി ഇതിനകത്ത് എന്തുണ്ടായിരിക്കും, ഇതിനകത്ത് ഇനി ഒരു കാര്യം കൂടി ഉണ്ടായിരിക്കും, നമുക്കൊരു ബട്ടൺ വേണം. അപ്പോൾ നമുക്ക് യു ക്യാൻ ക്രിയേറ്റ് എ കസ്റ്റം ബട്ടൺ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ കസ്റ്റം ബട്ടൺ. സോ ലെറ്റ് മീ ക്രിയേറ്റ് എ വിഡ്ജറ്റ് കോൾഡ് ന്യൂ ഡോട്ട് ഫയൽ custom underscore button. Okay, that should be import the material package, import material,
then that should be a stateless widget, and that should be something called custom button. Okay, then this is going to return. I'm going to use a new widget, ink response. Okay, then ink response and then like ink it should have an on tap. Then the child should be a material widget, material, and you can have an elevation of 20. Then border radius, you can have a border radius of, let me copy the other thing. അതായത് നമുക്ക് ഇപ്പുറത്ത് നമ്മൾ ഓൾറെഡി ഒരു മെറ്റീരിയൽ ബഡ്ജറ്റ് വെച്ചിട്ടുണ്ട്, അവിടെ നമുക്ക് കോപ്പി ചെയ്യാം. ദെൻ border radius എന്ന് പറയുന്നത് that should be 20 or 15. Then the child should be, and child should be a container, and you can have decoration, box decoration. The border radius circular of 15, not 150, it is 15. Then the color should be, you can have a purple color. Okay, then the child should be a padding, edge insets dot. You can have a symmetric padding of horizontal. You can have horizontal value of 10, vertical value of you can have any value here. Let me have vertical 15 and horizontal 10. Okay, then the child should be a text widget. Then inside that you can have generate. Okay, and later we implement the logic here. On tap എന്താണ് സംഭവിക്കേണ്ടതെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഇംപ്ലിമെന്റ് ചെയ്യും. Okay, let's visualize that in our UI. നമ്മളുടെ code പേജിനകത്ത് ഇവിടെ നമുക്ക് എന്ത് വേണം, call the custom button. Okay, this is the button we have. Okay, I think we need to change the color to something else. Color style should be text style color white. Okay, then horizontal 20. I'm going to give a width. ജസ്റ്റ് ഒരു വിഡ്ത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ നമുക്കതിനെ സെൻറ്ററിലാക്കണം. അപ്പോൾ ഞാനിതിനെ എന്ത് ചെയ്തു, റാപ്പ് വിത്ത് സെൻറ്റർ, ദെൻ സേവ് ഇറ്റ്. നൗ യു ഹാവ് എ ജനറേറ്റ് ബട്ടൺ. ദീസ് ആർ ദ ഡിഫറെൻറ്റ് കമ്പോണൻസ് ഇൻ അവർ UI. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് എപ്പോഴും നമുക്ക് UI വേണ്ട ആളെന്ന് പറയുന്നത് ഈ ജനറേറ്റ്, ഈ ഒരു ബട്ടൺ ഇതിനകത്ത് വേണം. ദെൻ ഇവിടെ എന്തുണ്ടായിരിക്കില്ല, നമുക്ക് എന്തുണ്ടായിരിക്കില്ല, എപ്പോഴും ഈ ഒരു ഔട്ട്പുട്ട് ഇവിടെ ഉണ്ടായിരിക്കില്ല. ഇറ്റ് ഡിപ്പെൻസ്, നമ്മളെ ഈവെന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ബ്ലോക്കിനകത്ത് നിന്ന് എന്താണോ എമിറ്റ് ചെയ്യുന്നത് അതനുസരിച്ചേക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ഔട്ട്പുട്ട് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പേജിനെ ഒന്നുകൂടി നമ്മളൊന്ന് റീറൈറ്റ് ചെയ്യാണ്. ഏത് പേജിനെ, ഈ പേജിനെ. ഓക്കെ, ഐ ഡോണ്ട് വാണ്ട് ദിസ് ഹിയർ. ഇത് വേണ്ട, ഇതൊന്നും വേണ്ട, സോറി, നമുക്കിതൊന്നും ഇവിടെ ഇനീഷ്യലി നമുക്ക് വേണ്ട. നമുക്ക് ജസ്റ്റ് ഒരു ബട്ടൺ മാത്രം മതി. ഓക്കെ, ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് ഒന്ന് റീറൈറ്റ് ചെയ്യുന്നുണ്ട്. ഒരു എക്സ്പാൻഡഡ് എഴുതി, പഴയൊക്കെ ഞാൻ റിമൂവ് ചെയ്തു നമ്മളെ കമ്പോണൻസ് ഒക്കെ. എക്സ്പാൻഡഡ് എഴുതി. ഈ എക്സ്പാൻഡഡിന്റെ ചൈൽഡ് എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി എ സെന്റർ. Then the child should be a text. Okay, then I'm going to have a text. Your cart is waiting for you. Okay, ഇവിടെ ഈ എക്സ്പാൻഡ് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു ഈവന്റ് എന്ത് ചെയ്യും, ബ്ലോക്കിലേക്ക് ആഡ് ചെയ്യും. ബേസ്ഡ് ഓൺ ദാറ്റ് ഈവന്റ് ബ്ലോക്ക് ഈസ് ഗോയിങ് ടു എമിറ്റ് സം സ്റ്റേറ്റ്. ഇവിടെ നമ്മൾ ലേറ്റർ എന്ത് ചെയ്യും, ആ സ്റ്റേറ്റ്
നെ കമ്പയർ ചെയ്തിട്ട് എന്താണോ ഇവിടെ ഇതിന്റെ സെന്ററിൽ റെൻഡർ ഇവിടെ കാണിക്കേണ്ടതനുസരിച്ച് എന്ത് ചെയ്യും, ഈ യു ഐ എന്ത് ചെയ്യും, റീബിൽഡ് ചെയ്യും. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ ഇനീഷ്യലി ഇപ്പൊ ഞാൻ ജസ്റ്റ് ഡയറക്റ്റ് ഇവിടെ എഴുതി വെച്ചേക്കാണ്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ യുവർ കോട്ട് ഈസ് വെയിറ്റിംഗ് എന്ന് വരും. ഇതാണ് നമുക്ക് വേണ്ടത്. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ആഡിങ് ആൻ ഈവന്റ് ടു ദ ബ്ലോക്ക് ആൻഡ് ബ്ലോക്ക് ഈസ് ഗോയിങ് ടു എക്സിക്യൂട്ട് സം ലോജിക് ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് ലോജിക് അതല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതൊരു സ്റ്റേറ്റ് എമിറ്റ് ചെയ്യും. ആ സ്റ്റേറ്റ് ഇവിടെ വരും. ആ സ്റ്റേറ്റിനെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, വി ആർ ഗോയിങ് ടു ബിൽഡ് ദ യു ഐ. ഓക്കെ, അപ്പോൾ അതിന്റെ ഇടയ്ക്ക് ഡിഫറെന്റ് സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ എസ്പെഷ്യലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ ഈവന്റ് എന്ന് പറയുന്നത് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇപ്പൊ നമ്മൾ എഴുതിയ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തു, ബട്ടൺ ക്ലിക്ക് ഈവന്റ് ആണ്. ഓക്കെ, ഈ ഈവന്റ് ക്ലിക്ക് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഈ ബട്ടൺ ക്ലിക്ക് ഈ ഈവന്റ് ആണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ ബ്ലോക്കിലേക്ക് ആഡ് ചെയ്തത്. ദെൻ ബ്ലോക്കിനകത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, വി ആർ ഗോയിങ് ടു റൈറ്റ് സം ലോജിക് ഇൻസൈഡ് ദ ബ്ലോക്ക്. ലോജിക് എഴുതും. ദെൻ ബ്ലോക്ക് എന്ത് ചെയ്യും, ബ്ലോക്ക് ഈസ് ഗോയിങ് ടു എമിറ്റ് സം സ്റ്റേറ്റ്. ബ്ലോക്ക് സം സ്റ്റേറ്റ് എന്ത് ചെയ്യും, എമിറ്റ് ചെയ്യും. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഈ സ്റ്റേറ്റിനെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം, വി നീഡ് ടു അപ്ഡേറ്റ് ദ യു ഐ. ഈ യു ഐയിൽ നിന്നാണ് എന്ത് ചെയ്തത്, നമ്മൾ ഈവന്റ് ട്രിഗർ ചെയ്തത്. ദെൻ അതനുസരിച്ച് തിരിച്ചെന്ത് ചെയ്യണം, ഈ യു ഐ എന്ത് ചെയ്യണം, നമുക്ക് ആ സ്റ്റേറ്റിനെ ബേസ് ചെയ്ത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നോർമലി നമ്മൾ ബ്ലോക്ക് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇതിനെ നമ്മൾ 3 ഫയലുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഒന്ന് ഈവൻസ് നമ്മളൊരു ഫയലിനകത്തും, സ്റ്റേറ്റ്സ് വേറൊരു ഫയലിലും, ദെൻ ദ ആക്ച്വൽ ലോജിക് ബ്ലോക്ക് എന്ന് പറയുന്നത് വേറൊരു ഫയലിലായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ നമുക്കുള്ള ഈവന്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഈവന്റ് ആണ് ഇതിനകത്ത് ഹാപ്പൻ ചെയ്തത്. പക്ഷെ നമുക്ക് എന്തുണ്ട്, സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ലോഡിംഗ് സ്റ്റേറ്റ് ആണ്. ദെൻ ലോഡഡ് സ്റ്റേറ്റ് ഉണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് കിട്ടി, ഡാറ്റ വന്നു. ദെൻ എറർ സ്റ്റേറ്റ് ഉണ്ട്. ദെൻ യു ഹാവ് ഒബ്വിയസ്ലി നിങ്ങൾക്ക് എന്തുണ്ട്, ഇനീഷ്യൽ സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. ദീസ് ആർ ദ ഡിഫറെന്റ് സ്റ്റേറ്റ്സ്. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഈ ഡിഫറെന്റ് ഫയൽസ്, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഡിഫറെന്റ് ഫയൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ വി എസ് കോഡ് ആണെങ്കിൽ നമുക്ക് ബ്ലോക്ക് എക്സ്റ്റൻഷൻ യൂസ് ചെയ്യാം. ഇപ്പൊ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള എക്സ്റ്റൻഷൻസ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഫയലിൽ പോയി സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ പ്ലഗിൻസ് ഉണ്ടായിരിക്കും. അതിൽ പോയി ബ്ലോക്ക് പ്ലഗിൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഓൾറെഡി ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ഈ കോട്ട് എന്നുള്ള ഈ പേജിനകത്ത് അല്ലെങ്കിൽ ഈ ഫീച്ചറിലാണ് എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ന്യൂ എന്ന് എടുക്കുക. ന്യൂ, ലെറ്റ് മീ ക്രിയേറ്റ് എ ന്യൂ ഡയറക്ടറി കോൾഡ് ബ്ലോക്ക്. ഓക്കെ, ദെൻ inside this you can create something called the block class. It is called qut cot. Okay, now you can have 3 different files. ഇവിടെ കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. No, you can have the event, then you can have the state and you can have the actual block. Okay, ദെൻ ഇതായിരിക്കും നമ്മളുടെ ഡിഫറെൻറ്റ് ഫയൽസ്. ഇനി നമുക്ക് വേണ്ടത് യു നീഡ് ടു ഇമ്പോർട്ട് ദ, നമുക്കിത് ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം, ഗോ ടു യുവർ pubspec.yaml. പബ്സ്പെക്കിൽ പോവുക, ഓപ്പൺ യുവർ pubspec ഫയൽ. ഓക്കെ, ലെറ്റ് മീ ക്ലോസ് എവറിത്തിങ്. PubSpec YAML, you have to add some dependencies. The first one is your Flutter BLoC. So you can come to, or you can take the terminal, and from the terminal you can have this command flutter pub add flutter underscore block. Okay. ഓക്കെ, ഞാൻ ഡിപ്പെൻഡൻസി ആഡ് ചെയ്തിട്ടുണ്ട് ഫ്ലട്ടർ ബ്ലോക്ക് എന്നുള്ളത്. ദെൻ ജസ്റ്റ് ഞാൻ ആപ്പ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ റൺ ഇറ്റ് അഗെയിൻ. ഓക്കെ, ദെൻ കം ഹിയർ. ദിസ് ഇസ് എ പ്രീവിയസ് ആപ്പ് ഐ ഹാവ് ബിൽഡ്.
Okay, let me close that. Okay, then ഇനി നമുക്ക് വേണ്ടത് നമുക്ക് നമ്മുടെ ഫയൽസ് അല്ലെങ്കിൽ ഈ ബ്ലോക്ക് ഫോൾഡറിനുള്ളിൽ നമുക്ക് ക്രിയേറ്റ് ആയിട്ടുള്ള ഫയൽസ് ഉണ്ട്. ഈ ഈവൻസ് വി നീഡ് ടു ആഡ് ദ ഈവൻസ്, ദെൻ വി need to define the states and we need to write the actual logic. Okay, then go to the event file, then there is an abstract class, then ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് event എഴുതണം. അപ്പോൾ ഇവിടെ I'm going to have something like, I'm going to define something like a class. ഇവിടെ നമുക്ക് ഉള്ളത് ഒരു ഈവന്റ് ആണ്, കോട്ട് റിക്വസ്റ്റ് event. That extends from this caught event class, caught event. Okay, this is the only one event right now we have. Okay, caught request event. ഇനി ചെയ്യേണ്ടത് ഈ ഈവന്റ് ഹാപ്പൻ ചെയ്യുമ്പോൾ എന്ത് സ്റ്റേറ്റ് ആണ് നിങ്ങൾക്ക് എമിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, വി നീഡ് ടു റൈറ്റ് ഇൻസൈഡ് യുവർ സ്റ്റേറ്റ് ഫയൽ. ഈ സ്റ്റേറ്റ് ഫയലിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്കത് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഇവിടെ റൈറ്റ് നൗ വി ഹാവ് an abstract class here, caught state, then you have a caught initial state ഉണ്ടായിരിക്കും. then ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, we need to have different states. initial state, this is the initial state, caught initial, അതായത് ആ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇനീഷ്യൽ സ്റ്റേറ്റ് ആണത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് caught loading state ഉണ്ട്, that extends from your caught state. Okay, then we have another class caught loaded state ഉണ്ട്, caught or caught, you can append something with this state ആണ് ഇതിന്റെ കൂടെ append ചെയ്യാം. caught state loading, caught state loaded. Okay, ലോഡഡ് മീൻസ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, തിരിച്ച് നമുക്കൊരു കോട്ട് കിട്ടുമല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യണം, ഐ എം ഗോയിങ് ടു ഹാവ് എ ഫൈനൽ വേരിയബിൾ, ഫൈനൽ സ്ട്രിംഗ് കോട്ട്. ഓക്കെ, then you can have a constructor here, caught state loaded, then that should be a required this dot caught. Okay, just a constructor. ഇത്രേ ഉള്ളൂ. സ്റ്റേറ്റ് ഇനീഷ്യൽ സ്റ്റേറ്റ്, then ലോഡിംഗ് സ്റ്റേറ്റ്, ലോഡഡ് മീൻസ് വി ഗോട്ട് സംതിങ്, നമുക്ക് തിരിച്ചു കിട്ടിയ എന്താണ്, കോട്ടായിരിക്കും തിരിച്ചിട്ടുണ്ടാവുക. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു സ്റ്റേറ്റുള്ള എന്തായിരിക്കും, ഒരു എറർ സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് യു ക്യാൻ ക്രിയേറ്റ് എ ക്ലാസ് കോട്ട് സ്റ്റേറ്റ് എറർ, that is also extended from this caught state, caught state. ഓക്കെ, എറർ എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് എറർ കാണിക്കേണ്ടി വരും, അല്ലെങ്കിൽ എറർ മെസ്സേജ് വേണമെങ്കിൽ എന്ത് ചെയ്യണം, ഫൈനൽ സ്ട്രിംഗ് എ മെസ്സേജ്. Okay, then you can have caught state error, I think I missed an R, ERROR. Okay, error. Okay, and that should be required this dot message. Okay, and these are the different states. Okay, I hope you got the point. And itrollu, this is the only event we are going to we are adding to the block. Then based on this event, the block is going to emit these states. One is initial state, that is a block create initial state ആണ്. Then we have other state like loading state, അതായത് നമ്മൾ ആ ലോജിക് ഈവന്റ് ആഡ് ചെയ്തു, അത് ബാക്ക് എൻഡിൽ പോയി ഡാറ്റ എടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് വി നീഡ് ടു ഷോ സംതിങ്, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ലോഡിംഗ് സ്റ്റേറ്റ്. ഈ ലോഡിംഗ് സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, വി ആർ ഗോയിങ് ടു ഷോ ദ ഇൻഡിക്കേറ്റർ, അവിടെ സർക്കുലർ പ്രോഗ്രസ് ഇൻഡിക്കേറ്റർ. ദെൻ ലോഡഡ് മീൻസ് വി ഗോട്ട് ദ ഡാറ്റ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ആ ഡാറ്റ റിട്ടേൺ ചെയ്യണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു വേരിയബിൾ ഉണ്ടാക്കി, കോട്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ദെൻ ഡാറ്റ ഇല്ല, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു വന്നത് എറർ ആണെങ്കിൽ വി നീഡ് ടു ഷോ ദ എറർ മെസ്സേജ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു,
ഒരു എറർ സ്റ്റേറ്റ് ഉണ്ടാക്കി. ഓക്കെ, ദെൻ കം ടു യുവർ ബ്ലോക്ക്. നമ്മളുടെ ആക്ച്വൽ ലോജിക്ക് വരുന്നത് ഈ ബ്ലോക്കിലാണ്. ഇവിടെ എന്തായിരിക്കും നമ്മൾ എഴുതുക? സോ ഇവിടെ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, കോട്ട് ഈവന്റ് ഉണ്ട്, കോട്ട് സ്റ്റേറ്റ് ഉണ്ട്. ഓക്കെ, ദെൻ ദ ബ്യൂട്ടി ഓഫ് ദിസ് ദാറ്റ് എക്സ്റ്റൻഷൻ ഈസ് ലൈക്ക് ദിസ്. ഇതാണ് അതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. നമുക്ക് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഈവന്റും സ്റ്റേറ്റും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് കോട്ട് ബ്ലോക്ക് എക്സ്റ്റെൻസ് ബ്ലോക്ക് ആൻഡ് യു ഹാവ് two things. One is caught even and the other one is state. And this is the caught initial state ഇവിടെ കോൾ ചെയ്തിട്ടുണ്ട്. ദെൻ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ ഓൺ എ പെർട്ടിക്കുലർ ഈവന്റ്, ഒരു പെർട്ടിക്കുലർ ഈവന്റ് ഹാപ്പൻ ചെയ്യുമ്പോൾ നമ്മളുടെ കോട്ട് ഈവന്റ് ആണ്. ഇവിടെ നമ്മൾ ഈവന്റിന്റെ പേര് നോക്കുക, കോട്ട് റിക്വസ്റ്റ് ഈവന്റ് എന്നാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റ് മീ റീനെയിം ദിസ്. അതായത് ഇവിടെ നമുക്ക് വേണ്ടത് ഓൺ പെർട്ടിക്കുലർ ഈവന്റ്, ഓൺ കോട്ട് റിക്വസ്റ്റ് ഈവന്റ്. ഈ ഈവന്റ് ഹാപ്പൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായിരിക്കും ഹാപ്പൻ ചെയ്യേണ്ടി വരിക? സി ലെറ്റ് മീ ഓൺ, ആദ്യം സംഭവിക്കേണ്ട എന്താണ്, ഈ ഇവന്റ് ഹാപ്പൻ ഇനീഷ്യലി ഹാപ്പൻ ചെയ്യേണ്ട എന്താണ്, വി നീഡ് ടു എമിറ്റ് സംതിങ്. എമിറ്റ് എന്തായിരിക്കും എമിറ്റ് ചെയ്യേണ്ടി വരിക? കോട്ട് ലോഡിംഗ് സ്റ്റേറ്റ് എന്ത് ചെയ്യണം, എമിറ്റ് ചെയ്യണം. ഓക്കെ, അതായത് ഇനീഷ്യലി നമ്മൾ ബ്ലോക്കിലേക്ക് എന്ത് ചെയ്തു, ഒരു ഈവന്റ് ആഡ് ചെയ്തു. അതായത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇനീഷ്യലി ഈ ലോഡിംഗ് സ്റ്റേറ്റ് എമിറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ലെറ്റ് മീ ഹാവ് സം പ്രിന്റ് ഹിയർ. പ്രിന്റ് നമുക്കത് വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഹാപ്പൻ ചെയ്യുന്നതാണ്. ദെൻ കോട്ട് റിക്വസ്റ്റ് ട്രിഗർഡ്. ഓക്കെ, റിക്വസ്റ്റ് ട്രിഗർ ചെയ്തു, ഒരു കോട്ടിന് വേണ്ടിയുള്ള റിക്വസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ട്രിഗർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇനി നമുക്ക് വേണ്ടത് വി നീഡ് ടു ഗെറ്റ് സം കോഡ്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യണം, ഐ എം ഗോയിങ് ടു ഹാവ് എ ഫ്യൂച്ചർ. നമ്മളിവിടെ API ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഫ്യൂച്ചർ ഡോട്ട് ഡിലൈഡ് കോൾ ചെയ്തിട്ടുണ്ട്. ദെൻ ഡ്യൂറേഷൻ ദാറ്റ് ഷുഡ് ബി ഇൻ സെക്കൻഡ്സ്. ഒരു 3 seconds കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം നമുക്ക്, ദാറ്റ് മീൻസ് ഈ ഒരു 3 seconds ഉള്ളിൽ നമ്മൾ API റിക്വസ്റ്റ് നടത്തി ഡാറ്റ തിരിച്ചു വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, 3 seconds വി നീഡ് ടു എമിറ്റ് വാട്ട്, കോഡ് ലോഡഡ്. നമുക്ക് കോട്ട് ലോഡ് ചെയ്തു ആൻഡ് വി ആർ ഗോയിങ് ടു യുവർ കോഡ് ഈസ് ലോഡഡ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് വരണം, ഈ കോട്ട് ലോഡ് ചെയ്യണം. ഇനി ഇതിൻ്റെ അകത്ത് ഇപ്പൊ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല, ഇനി ഫ്യൂച്ചറിൽ നമുക്ക് API എന്നൊക്കെ എറേഴ്സ് വരുമ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, എമിറ്റ് ദാറ്റ് എറർ സ്റ്റേറ്റ് എന്ത് ചെയ്യണം, എമിറ്റ് ചെയ്യണം. ഇതാണ് നമ്മളുടെ ഓൺ റിക്വസ്റ്റ് ഈവന്റ് ഹാപ്പൻ ചെയ്തപ്പോൾ സംഭവിക്കേണ്ടത്. ആൻഡ് ഒരു ഈവന്റ് ഉള്ളൂ. ഇതേപോലെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഈവന്റ്സ് മേ ബി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഹാവ് ദാറ്റ് ഡിഫറെന്റ് ഈവന്റ്സ് ഹിയർ. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഹാവ് ദാറ്റ് ഈവന്റ്സ്. ഓക്കെ, ഇനി നമ്മളുടെ ബ്ലോക്ക് ഇത്രേ ഉള്ളൂ. ബ്ലോക്കിനകത്ത് സിമ്പിൾ ബ്ലോക്കാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തുണ്ടായിരിക്കും, ഒരു വലിയ ആപ്ലിക്കേഷനകത്ത് മേ ബി ഡിഫറെന്റ് ഈവന്റ്സ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ബാക്കി എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഇതിനകത്ത് ഒരു ഈവന്റ് ഹാപ്പൻ ചെയ്തപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഹാവ് സം അതർ ഈവന്റ്. വേറെ ഈവന്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഹാവ് ദാറ്റ് ഈവന്റ്. ഡബിൾ ക്ലിക്ക് ഈവന്റ് ഉണ്ട്, വേറെ എന്തെങ്കിലും ഈവന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തരം ഈവന്റ്സ് ഒക്കെ ഇവിടെ ആഡ് ചെയ്യാം. അതിനനുസരിച്ച് എന്ത് എമിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം. ഓക്കെ, ഇനി എങ്ങനെ നമുക്ക് ഇത് കൺസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇത് യൂസ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാം. നമ്മളുടെ മെയിൻ ഡോട്ട് ഡാട്ടിൽ വരിക. ഓക്കെ, മെയിൻ ഡോട്ട് ഡാട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇത് റൂട്ട് ലെവലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പ്രൊവൈഡർ ചെയ്തപ്പോൾ നമ്മൾ ചെയ്തിരുന്നു, റൂട്ട് ലെവലിൽ നിങ്ങൾക്ക് ഇത് പാസ് ചെയ്യാം. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഹാവ് ദാറ്റ് തിങ്. അതായത് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു ബ്ലോക്ക് പ്രൊവൈഡറിനെ കോൾ ചെയ്യാം. യു ക്യാൻ ഹാവ് ബ്ലോക്ക് പ്രൊവൈഡർ. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് ബ്ലോക്കാണ് വേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കോണ്ടാക്ട്സ്, ദിസ് ഷുഡ് ബി യുവർ വാട്ട് ഈസ് എ ബ്ലോക്ക്. നമ്മുടെ ബ്ലോക്കിന്റെ പേര് നോക്കുക. ബ്ലോക്കിന്റെ പേരെന്ന് പറയുന്നത് കോട്ട് ബ്ലോക്ക് ആണ്. സോ ടേക്ക് ദാറ്റ് കോട്ട് ബ്ലോക്ക്.
ഓക്കെ. ദെൻ ബ്ലോക്ക് പ്രൊവൈഡറിന് വേണ്ടി എന്ത് ചെയ്യണം, ഈ പാക്കേജ് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ. സോ ഇപ്പൊ നമ്മൾ റൂട്ട് ലെവലിൽ ഇതിനെ പാസ് ചെയ്തു. ഇനി ചെയ്യേണ്ടത് എന്തായിരിക്കും, ഇനി നമുക്ക് വേണ്ടത്, നമുക്കിത് ഏത് പേജിലാണ് ഇതിനെ യൂസ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് വേണ്ടത് നമ്മളുടെ ഈ പേജിൽ, അതായത് ഈ കോഡ് പേജിലാണ് നമുക്ക് ഇതിനെ കൺസ്യൂം ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഓൾറെഡി അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതി വെച്ച്, ഞാൻ നേരത്തെ പറഞ്ഞത് ഫ്ലട്ടർ പ്രൊവൈഡ് സം വിഡ്ജറ്റ്സ്. ഈ ബ്ലോക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാവുന്ന കുറച്ച് വിഡ്ജറ്റ്സ് ഉണ്ട്. അതിലൊന്നാണ് ബ്ലോക്ക് ബിൽഡർ എന്നുള്ളത്. അപ്പൊ ഞാനിവിടെ നമ്മളുടെ എക്സ്പാൻഡിന്റെ ചൈൽഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെൻഡർ. അതിന്റെ ചൈൽഡ് നമ്മൾ ഡയറക്റ്റ് ഇവിടെ എഴുതി വെച്ചേക്കാണ്. ദാറ്റ് ഷുഡ് ബി എ ബ്ലോക്ക് ബിൽഡർ. ഓക്കെ. ബ്ലോക്ക് ബിൽഡറിന് എന്തുണ്ടായിരിക്കും, എന്താണ് ആ ബ്ലോക്ക് എന്നുള്ള കാര്യം, അതായത് ഏത് ബ്ലോക്കാണ് നമുക്ക് ഇവിടെ വേണ്ടത്. കോട്ട് ബ്ലോക്ക്, then you can have that cot state. Okay, then this is going to have a builder. Okay, builderൽ എന്തുണ്ടായിരിക്കും, context comma state. Okay, then based on that you are going to return something. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് മനസ്സിലാക്കേണ്ട ഇങ്ങനെയാണ്. ഞാൻ ഇവിടെ ബ്ലോക്ക് ബിൽഡർ ഉപയോഗിച്ചു. ബ്ലോക്ക് ബിൽഡറിൽ കൊണ്ടുപോയി മൗസ് വെച്ച് നിങ്ങൾക്ക് കാണാം ഏത് ബ്ലോക്ക്, അതിൽ ഏത് സ്റ്റേറ്റ്. അതായത് ഇവിടെ നമുക്ക് ഏത് ബ്ലോക്കാണ് നിങ്ങൾക്ക് ഇവിടെ കൺസ്യൂം ചെയ്യേണ്ടത്. വി നീഡ് ടു കൺസ്യൂം ദ കോഡ് ബ്ലോക്ക് ബിക്കോസ് നമുക്ക് ഒന്നേ ഉള്ളൂ. ദെൻ അതിലെ സ്റ്റേറ്റ്, അതിലെ ആ കോഡ് സ്റ്റേറ്റ് എന്നുള്ള ആ ഒരു ക്ലാസ്സിനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കൺസ്യൂം ചെയ്യേണ്ടത്. അപ്പൊ ഞാനിവിടെ അത് ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്തു, ഐ ജസ്റ്റ് ക്രിയേറ്റഡ് സംതിങ്, ഒരു ബിൽഡർ എഴുതി. ദെൻ അതിലെ സ്റ്റേറ്റിന്, ആ തിരിച്ചു കിട്ടുന്ന, അത് എമിറ്റ് ചെയ്യുന്ന സ്റ്റേറ്റിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഡു സംതിങ്. ഇവിടെ ഞാൻ എഴുതുകയാണ്, ഇഫ് സ്റ്റേറ്റ് ഈസ് അഡ്വൈസ് കോട്ട് സ്റ്റേറ്റ് ഇനീഷ്യൽ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, വി നീഡ് ടു റിട്ടേൺ എ ടെക്സ്റ്റ് widget and your cart is waiting. Okay, then ഇനി ഇതൊന്ന്, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, അടുത്ത എൽസ് ഇഫ് എഴുതാണ്. എൽസ് ഇഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, സ്റ്റേറ്റ് is caught initial. That means we just click the button click ചെയ്തു, നമ്മളെ ബ്ലോക്ക് എന്ത് ചെയ്തു, ഈവന്റ് ബ്ലോക്കിലേക്ക് ആഡ് ചെയ്തു. ദെൻ അപ്പോൾ നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ത് ചെയ്തു, ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ത് ചെയ്യണം, ട്രിഗർ ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇനീഷ്യൽ അല്ല, കോട്ട് ലോഡിംഗ് സ്റ്റേറ്റ് ആണ്, കോട്ട് ലോഡിംഗ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് വരണം, ഇവിടെ നമുക്ക് വി നീഡ് ടു റിട്ടേൺ എ സർക്കുലർ പ്രോഗ്രസ് ഇൻഡിക്കേറ്റർ ആൻഡ് ദാറ്റ് ഷുഡ് ബി, ആൻഡ് യു ക്യാൻ ഹാവ് എ കളർ ഷുഡ് ബി പർപ്പിൾ. ഓക്കെ, ദെൻ ഇതല്ലാണ്ട് നമുക്ക് എന്തുണ്ട്, ലോഡ് ചെയ്ത സ്റ്റേറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഐ എം ഗോയിങ് ടു ഹാവ് ആൻ എൽസ് ഇഫ് അഗെയിൻ ആൻഡ് സ്റ്റേറ്റ് ഈസ് caught loaded. Okay, now you got the data back. നമുക്ക് തിരിച്ച് എന്ത് ചെയ്തു, ഡാറ്റ തിരിച്ചു വന്നു. അപ്പൊ നമുക്ക് എന്ത് വരണം, we need to return what, your caught widget. ഇവിടെ നമുക്ക് സ്റ്റേറ്റ് തിരിച്ചു വന്നതിൽ എന്തുണ്ടായിരിക്കും, നമുക്ക് എന്തുണ്ട്, ഡാറ്റ ഉണ്ട്. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ് വേരിയബിളിനകത്ത് സ്റ്റേറ്റ് ഡോട്ട് യു ക്യാൻ ഹാവ് ദാറ്റ് caught. ഓക്കെ, ദെൻ ഇനി ഇതല്ലാണ്ട് എന്തുണ്ട്, നിങ്ങൾക്കൊരു എറർ മെസ്സേജ് ആണ് വന്നെങ്കിൽ യു ക്യാൻ ഹാവ് എൽസ് ഇഫ് അഗെയിൻ, what, your state is caught state error ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, റിട്ടേൺ
what your error message. Okay, the message is, you can have a message here, that should be state dot message. Okay, okay. Then ഇതൊന്നും അല്ലെങ്കിൽ, അതായത് ഇത് നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നാണ്? ലെറ്റ് മീ ഫോർമാറ്റ് ദിസ് തിങ്. ഓക്കെ, ഇവിടെ നിന്നാണ് തുടങ്ങിയത്. ഇതൊന്നും അല്ലെങ്കിൽ യു ക്യാൻ ഹാവ് what return a const, an error message. You can directly have an error message here, something went wrong. Okay, then put a semicolon here. I think you need a const here, and this should be a const, const. Okay, and this should be a const. Okay, and ഞാൻ സേവ് ചെയ്തു. ഇനി ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ, നമുക്ക് ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം? ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം? ഇവിടെ നമ്മൾ ഈവന്റ് എന്ത് ചെയ്യണം? ബ്ലോക്കിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്തായിരിക്കും ചെയ്യുക? അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിവിടെ യു ക്യാൻ കോൾ ദ ബ്ലോക്ക് പ്രൊവൈഡർ dot of the context. ഏത് ബ്ലോക്കാണ്? we need the code block. Okay, context dot add. Okay, I told you events are added to the block, and event ഏതാണ് നമുക്ക് ആഡ് ചെയ്യേണ്ട? event ഏതാണ്? അഡ്വൈസ് റിക്വസ്റ്റ് ഈവന്റിനെയാണ് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് ആഡ് ചെയ്യേണ്ടത്. നോട്ട് അഡ്വൈസ്, ദാറ്റ് ഷുഡ് ബി, ഈ അഡ്വൈസ് ആപ്പ് ഞാൻ നേരത്തെ ചെയ്തതാണ്, അതുകൊണ്ടാണ് ആ വാക്ക് വരുന്നത്. ആൻഡ് ദാറ്റ് ഷുഡ് ബി കോട്ട് റിക്വസ്റ്റ് ഈവന്റ്. ഓക്കെ, ഇപ്പൊ നമ്മളെ ആപ്പിനകത്ത് എറേഴ്സ് ഒന്നുമില്ല. അപ്പൊ ഒന്നുകൂടി പറയാം, ബ്ലോക്ക് നമ്മൾ ചെയ്തത് എന്താണ്? നമ്മൾ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തു, ഈവന്റ് ക്രിയേറ്റ് ചെയ്തു, ദെൻ വി റോട്ട് ദ ലോജിക്, ആൻഡ് ഇൻസൈഡ് ദ ലോജിക് നമ്മൾ എന്ത് ചെയ്തേക്കാണ്? ഈ ഒരു ഈവന്റ് ആപ്പൻ ചെയ്താൽ എന്ത് സംഭവിക്കണം എന്നുള്ള കാര്യം നമ്മൾ സിമുലേറ്റ് ചെയ്യാണ് ചെയ്തത്. ജസ്റ്റ് നമുക്ക് API ഒന്നും ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, ആൻഡ് ഫ്യൂച്ചറിൽ നമ്മൾ എന്ത് ചെയ്യും? ഫ്യൂച്ചറിൽ നമുക്ക് ഒരു API വെച്ചിട്ട് നമുക്ക് കോട്ട് ജനറേറ്റ് ചെയ്യുന്ന API ഒക്കെ ഉണ്ടാവും. ആ API വെച്ചിട്ട് നമുക്ക് ഒരു കോട്ട് ജനറേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ ലോജിക് ഒക്കെ ഇവിടുന്ന് മാറും. അപ്പൊ നമ്മൾ ആ സോളിഡ് പ്രിൻസിപ്പിൾ ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പൊ ഇതൊക്കെ മാറ്റി എഴുതും നമ്മൾ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ബേസിക് ഇനീഷ്യലി പഠിക്കാൻ ഒരുങ്ങുന്ന ഒരാളായതുകൊണ്ട് ആൾക്ക് കംഫർട്ടബിൾ ആവാൻ വേണ്ടി ചെറിയൊരു ആപ്പ് ചെയ്തതാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ കൺസ്യൂം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? നമ്മളുടെ മെയിനിൽ വന്നിട്ട് എന്ത് ചെയ്തു? ബ്ലോക്ക് പ്രൊവൈഡർ വെച്ച് റാപ്പ് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം പറയാം. അപ്പൊ നമുക്ക് ഒരുപാട് ബ്ലോക്സ് നമുക്ക് ചിലപ്പോൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പല തരത്തിലുള്ള, ഇപ്പോൾ ഒരു ഫീച്ചറിന്, ഇപ്പോൾ ഇതിൽ ആകെ ഒരു ഫീച്ചറേ ഉള്ളൂ, മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ ബ്ലോക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാ ബ്ലോക്കും കൂടി കൊണ്ടുപോയിട്ട് നമ്മൾ ഈ റൂട്ട് ലെവലിൽ പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. മേ ബി ഇപ്പോൾ ഈ കോഡ് ജനറേറ്റ് ചെയ്യുന്ന ഒരു പേജിൽ മാത്രം ഉപയോഗിക്കുന്ന ബ്ലോക്കുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പാസ് ചെയ്യുന്നതിന് പകരം ഐ വിൽ ഷോ യു അനദർ വേ. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ പേജിൽ വരും, അതായത് എക്സ്ക്യൂസ് മീ, ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു പേജ് ഉണ്ട്, കോട്ട് പേജ് ഉണ്ടല്ലോ, ഈ പേജിൽ. ഓക്കെ, ലെറ്റ് മി ക്രിയേറ്റ് എ ന്യൂ ക്ലാസ് ഹിയർ. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്? I'm going to have something called a stateless class that should be got page wrapper. It's a provider. Okay, wrapper provider. Then this is going to return a block provider. Let me wrap it with a block provider. I think no, there is no wrapping. No. Okay, let's write it, block provider. Okay, and നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് context. Then I need to create the code block. Okay, then the child should be child should be
this thing, code page. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ പേജിൽ മാത്രമാണ് റാപ്പ് ചെയ്തത്. ഇത് അപ്പൊ ഈ ട്രീയിൽ മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതിന്റെ താഴോട്ട് മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് വേണ്ട, വി ഡോണ്ട് നീഡ് ദിസ് അഗെയിൻ. ഇവിടെ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. ലെറ്റ് മീ റിമൂവ് ദിസ്. ഓക്കെ, ഞാനത് റിമൂവ് ചെയ്ത് അവിടെ നിന്ന്. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ ചെയ്യാം. നേരത്തെ നിങ്ങൾക്ക് ബ്ലോക്സ് മൾട്ടി പ്രൊവൈഡർ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നിലധികം കാര്യങ്ങൾ പാസ് ചെയ്ത് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാനിപ്പോൾ ഒരു സിംഗിൾ പേജിലേക്ക് മാത്രം ഒരു ഫീച്ചർ, ഈ ഫീച്ചർ ഇതിനകത്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ മാത്രം ഈ ഒരു യു ഐയിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ആളെ കൺസ്യൂം ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് പാസ് ചെയ്തത്. ഓക്കെ, ലെറ്റ് മീ സ്റ്റോപ്പ് ദിസ്. ഓക്കെ, ദെൻ റീറൺ ഇറ്റ് അഗെയിൻ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ മേ ബി പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കിയെന്ന് അറിയില്ല, എന്നാലും നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആയെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് ചെയ്യാന്നുള്ള കാര്യം. ഓക്കെ, യൂട്യൂബിനകത്ത് ബ്ലോക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ട്, പക്ഷെ ചിലത് നമുക്ക് അത്ര അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കില്ല. ഓക്കെ, ആൻഡ് യു ഗോട്ട് ആൻ എറർ ഹിയർ, ആൻഡ് ദിസ് ഇസ് ബിക്കോസ് ഈ എറർ എന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ബിക്കോസ് ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നോക്ക്, നമ്മളുടെ മെയിൻ ഡോട്ടിൽ ഞാൻ കോഡ് പേജിനാണ് കോൾ ചെയ്തേക്കുന്നത്. പക്ഷെ കോഡ് പേജ് ഇവിടെ നമ്മളുടെ കോഡ് പേജ് വരിക. കോഡ് പേജിൽ വന്നു കഴിഞ്ഞാൽ ഇതാണ് കോൾ ചെയ്തത് ഡയറക്റ്റ്. പക്ഷെ നമുക്ക് ഇതിനകത്ത് എന്തില്ല, ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇതാണ് കോൾ ചെയ്തത്. ഇതിനകത്ത് നമ്മൾ ബ്ലോക്ക് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ഈ ബ്ലോക്ക് പാസ് ചെയ്തിട്ടില്ല എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അതിന് കാരണം എന്താണ്, ഇവിടെ കോൾ ചെയ്യേണ്ടത് ആരെയാണ്, ഇയാളെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ക്ലാസ്സിനെയാണ് എന്ത് ചെയ്യേണ്ടത് അവിടെ കോൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ കം ഹിയർ. നേരത്തെ ചെയ്ത പോലെയാണെങ്കിൽ അതായിരുന്നു കോൾ ചെയ്യേണ്ടത്. ഇപ്പൊ ആരെയാണ് കോൾ ചെയ്യേണ്ടത്, ഈ റാപ്പർ ക്ലാസ്സിനെയാണ് എന്ത് ചെയ്യേണ്ടത്, കോൾ ചെയ്യേണ്ടത്. ലെറ്റ് മീ റീബൂട്ട് ദിസ് അഗെയിൻ. ഓക്കെ, നൗ യു ഹാവ് യുവർ ജനറേറ്റ് ബട്ടൺ. ഞാൻ ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. നൗ ക്ലിക്ക് ചെയ്തു. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡിക്കേറ്റ് ഇത് കറങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. വി ആർ നോട്ട് ഗെറ്റിംഗ് ബാക്ക് എനി കോഡ്സ് നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല. ആൻഡ് ലെറ്റ്സ് ചെക്ക് വൈ. ഓക്കെ, ദെൻ കം ഹിയർ. ഇവിടെ വന്നാൽ യു ക്യാൻ സീ യു ഹാവ് സം എറേഴ്സ്. ഓക്കെ, ആൻഡ് ദർ ആർ സം എറേഴ്സ്. ലെറ്റ്സ് റൺ ഇറ്റ് അഗെയിൻ. ഓക്കെ, സോ അപ്പൊ നമ്മളുടെ ബ്ലോക്കിനകത്ത് വരിക. ബ്ലോക്കിൽ വന്നു കഴിഞ്ഞാൽ എവിടെ വരണം, നമ്മളുടെ ബ്ലോക്കിൽ വന്നിട്ട് ആൻഡ് why we are not getting that error, because and this is going to why, because I think we need to add an await here, and if it is an await, we need to make this an async function, because that is a future async. And ഫ്യൂച്ചറിൽ എന്ത് ചെയ്യണം, ഓക്കെ, സേവ് ഇറ്റ് അഗെയിൻ, ക്ലിക്ക് ഇറ്റ് അഗെയിൻ. ഓക്കെ, നൗ യു ഗോട്ട് യുവർ കോഡ് ബാക്ക്. ഓക്കെ, യുവർ കോഡ് ഈസ് ലോഡഡ് ആൻഡ് ദിസ് തിങ് ഈസ് യു ആർ ഗെറ്റിംഗ് ദിസ് തിങ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, ഐ എം ഗോയിങ് ടു ടേക്ക് സം കോഡ്. നമുക്കൊരു കോഡ് എടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു കോട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തു. കോപ്പി ആയില്ല. ജസ്റ്റ് ഒരു കോട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തു. സേവ് ഇറ്റ്, ജനറേറ്റ് ഇറ്റ് അഗെയിൻ. Your cart is loaded എന്ന് വന്നു. Okay, let me reboot it. Okay, now you got the code back. Okay, and we have something expanded ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് ഇതൊരു ബിഗർ ബോക്സ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഇഫ് യു ഗോട്ട് സം എറർ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. See,
3 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ എമിറ്റ് ചെയ്തത് ഇതാണ് എമിറ്റ് ചെയ്തത്. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് സപ്പോസ് നമ്മൾ ലേറ്റർ ഇവിടെ കണ്ടീഷൻസ് എഴുതും. ഇവിടെ ഇപ്പോൾ 3 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്ക് എമിറ്റ് ചെയ്യേണ്ടത് നമ്മളുടെ കോട്ട് എറർ ആണെങ്കിൽ എന്ത് ചെയ്യും, എറർ സ്റ്റേറ്റ്, ആൻഡ് ദാറ്റ് ഷുഡ് ബി സം സെർവർ എറർ അക്കോർഡ്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് സിമുലേറ്റ് ചെയ്യാണ്. പക്ഷെ ആക്ച്വൽ സെനാരിയോയിൽ എന്തായിരിക്കും, ഇത് എവിടുന്ന് വരുന്നതായിരിക്കും, നമ്മളുടെ API-യുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ബ്ലോക്ക് അവിടെ പോയി ഡാറ്റ കിട്ടിയോ ഇല്ലയോ എന്നതിനെ ബേസ് ചെയ്ത് നമുക്ക് എന്തായിരിക്കും, ഇഫ് ഇറ്റ് ഈസ് 200 യു ആർ ഗോയിങ് ടു ഗെറ്റ് ഡാറ്റ. ഇഫ് ഇറ്റ് ഈസ് നോട്ട് 200, 400 ലെവൽ ആവാം, 500 ലെവൽ ആവാം. അതനുസരിച്ചുള്ള എറേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എമിറ്റ് ചെയ്യാൻ പറ്റും. ലെറ്റ് മീ റൺ ഇറ്റ് അഗെയിൻ. 4 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നൗ യു ഗോട്ട് ദ കോട്ട്. ലെറ്റ് മീ റീബൂട്ട് ദിസ് തിങ്. ഓക്കെ, then generate this again. Okay, now you can see after 3 seconds you got some errors. Okay, because നമ്മൾ ഡയറക്റ്റ് അവിടെ എഴുതി വെച്ചേക്കാണ്. പക്ഷെ എനിക്കിതല്ല വേണ്ടത്. എനിക്ക് വേണ്ടത് ഇതാണ്, എനിക്ക് എന്ത് ചെയ്യേണ്ടത്, എമിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ലെറ്റ്സ് ഫിക്സ് ദിസ് തിങ്. അതായത് നമുക്ക് UI ഒന്ന് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ കോട്ട് പേജിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ചെയ്ത്, എക്സ്പാൻഡറിൻ്റെ ഉള്ളിൽ വന്നിട്ട് നമ്മളൊരു കോട്ട് വിഡ്ജറ്റ് എന്ത് ചെയ്യുക ചെയ്തത്, അവിടെ റെൻഡർ ചെയ്യാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അവിടെയുള്ള പ്രശ്നം എന്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു എക്സ്പാൻഡിൻ്റെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കും അത് എന്ത് ചെയ്ത് ഫുൾ ഹൈറ്റിൽ വന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ പേജിൽ വന്നിട്ട് റിട്ടേൺ ചെയ്തത് എക്സ്പാൻഡഡ് ഉള്ളിലാണ് റിട്ടേൺ ചെയ്തത്. ഓക്കെ, ദെൻ ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് അതിൽ ഒന്ന് കോഡൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ബ്ലോക്കിലൊന്നും ചെയ്തിട്ടില്ല, UI മാത്രം ഒന്നുകൂടി ഭംഗിയാക്കാൻ വേണ്ടി. അപ്പോൾ അതിൽ നമ്മളെ കോഡ് വിഡ്ജറ്റിൽ ചെറിയൊരു ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് അതിന് എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ ദെൻ നേരത്തെ ഇത് മാറ്റിയിട്ട് ഒരു പാഡിങ് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഐ ഷെയർ യു ദ കോഡ്. ഓക്കെ, ദെൻ I don't want this debug banner. നിങ്ങൾക്കറിയാം അതെങ്ങനെ റിമൂവ് ചെയ്യുക എന്നുള്ളത്. യു ക്യാൻ കം ഹിയർ ആൻഡ് യു ക്യാൻ ഹാവ് മേക്ക് ഇറ്റ് ഫാൾസ്. ഓക്കെ, അത് പോയി. ദെൻ ഐ നീഡ് എ തീം ഹിയർ. സ്കഫോൾഡ് ബാക്ക്ഗ്രൗണ്ട് കളർ. ഐ നീഡ് എ കളർ 0xFF303030. ഓക്കെ, then if you want you can have app bar theme background color, and I need the exact color, or you can have transparent. Okay, then title textile color white. Okay, and the font size എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഒന്ന് റീസ്റ്റൈൽ ചെയ്തതാണ് ഇതിന്, പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, നൗ യു ക്യാൻ സീ ദ മെറ്റീരിയൽ എഫക്റ്റ്. ഞാൻ ആ മെറ്റീരിയൽ ഉപയോഗിച്ചത് ഇവിടെ കണ്ടോ, ഒരു സ്പ്ലാഷ് എഫക്റ്റ് ഒക്കെ വരുന്നത്. ഓക്കെ, നൗ എപ്പോഴും നമ്മൾ ക്ലിക്ക് ചെയ്താലും ഇതേ കോട്ടനെയാണ് വരാൻ പോകുന്നത്. ബിക്കോസ് നമ്മൾ API ഒന്നും ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ സ്റ്റേറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ടുണ്ട്, ബ്ലോക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ദെൻ ഇനി നമ്മൾ ഫ്യൂച്ചറിൽ ഇതേ പ്രൊജക്റ്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇക്വേറ്റബിൾ ഉപയോഗിച്ച് ചെയ്യും. മേ ബി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇക്വേറ്റബിൾ എന്ന് പറയുന്ന ഒരു പാക്കേജ് ഉണ്ട്. നിങ്ങൾക്ക് ഈസിലി ക്ലാസ്സുകളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാൻ പറ്റും ഇക്വേറ്റബിൾ ഉപയോഗിച്ചിട്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇതിനെ ഒന്നുകൂടി റീറൈറ്റ് ചെയ്ത് എഴുതും. ഇതിന് നമ്മൾ ലേറ്റർ നമ്മൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ, അതായത് ആ ക്ലീൻ ആർക്കിടെക്ചർ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഇതിനെ റീറൈറ്റ് ചെയ്യാന്നാണ് നമ്മൾ ഇതിന് ഫ്യൂച്ചറിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ റൈറ്റ് ദിസ് തിങ്, ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആക്കുക, ബ്ലോക്ക് എന്നുള്ള കൺസെപ്റ്റ്. ദെൻ യു ക്യാൻ റൈറ്റ് എനിത്തിങ്, എന്തും നിങ്ങൾക്ക് ചെയ്യാം. മേ ബി ഞാൻ വേറൊരു ആപ്പ് കൂടി ഇതേപോലെ ഒരു ആപ്പ് കൂടി ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഐ തിങ്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത് ഒരു പ്ലഗിനാണ് ഇവിടെ ഉപയോഗിച്ചത്. ഗോ ടു യുവർ ഫയൽ സെറ്റിംഗ്സ്, ദെൻ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ ഹാവ് പ്ലഗിൻസ്, ദെൻ കം ഹിയർ. നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ VS കോഡാണ് ഉപയോഗിക്കുന്നത്, ബ്ലോക്ക് എക്സ്റ്റൻഷൻ ഉപയോഗിക്കാം. യു ക്യാൻ ഹാവ് സംതിങ് ലൈക്ക് ബ്ലോക്ക്
come here and install this plugin. BLoC എന്നുള്ള plugin install ചെയ്യും. Then അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? You can have, ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇത് കോട്ട് ഒരു ഫീച്ചറാണ്, പേജസ് ഓർ എ ഫീച്ചർ. ഫീച്ചർ മീൻസ് നമ്മളെ ആപ്പിനകത്തുള്ള ഫംഗ്ഷനാലിറ്റി. ഇതിലെ ഒരു ഫീച്ചറാണ് കോട്ട് എന്നുള്ളത്. അപ്പോൾ ഈ കോട്ടുമായി ബന്ധപ്പെട്ട ബ്ലോക്ക് ഉണ്ടാക്കി ഫസ്റ്റ് യു ക്യാൻ ക്രിയേറ്റ് എ ഫോൾഡർ ഹിയർ ബ്ലോക്ക്, ദെൻ ക്ലിക്ക് ഓൺ ദാറ്റ് ബ്ലോക്ക്, എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ബ്ലോക്ക് ക്ലാസ്സസ്. അപ്പോൾ ബ്ലോക്കുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങളാണ്. ഒന്ന് ഈവന്റ്, സ്റ്റേറ്റ്, ദെൻ ദ ആക്ച്വൽ ബ്ലോക്ക്, യുവർ ലോജിക്. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മേ ബി ദർ ആർ ടൺസ് ഓഫ് വീഡിയോസ് ഇൻ യൂട്യൂബ്. ബ്ലോക്കുമായി ബന്ധപ്പെട്ട് വീഡിയോസ് ഉണ്ട്. മേ ബി ബിറ്റ് കൺഫ്യൂസിങ് ആയിരിക്കും, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് എ ന്യൂ സീരീസ്. നിങ്ങൾക്കൊരു മനസ്സിലാവുന്ന രീതിയിൽ ഈ കാര്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, കമൻറ്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. ദെൻ വീഡിയോസ് കാണുന്നുണ്ട് ആളുകൾ, പക്ഷേ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ലൈക്ക് ചെയ്യുന്നില്ല, ഷെയർ ചെയ്യുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. മേ ബി അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഡിസ്കറേജിങ് ആയിരിക്കും വീഡിയോ ചെയ്യാൻ വേണ്ടി. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കൺസിഡർ സബ്സ്ക്രൈബിങ് ആൻഡ് ഷെയറിങ്. ഓക്കെ, ആൻഡ് എക്സ്പെക്ട് യുവർ കമൻറ്റ്സ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിൽ സീ യു സൂൺ. ഓക്കെ, ബൈ.